കഴിഞ്ഞ കുറേ കാലങ്ങളായി മുതലപ്പൊഴി ഒരു കണ്ണീർ പൊഴിയായിരുന്നു. കാരണം സാധാരണമായി തന്നെ 5 അടിയിൽ കൂടുതൽ ആഴമുള്ള മുതലപ്പൊഴിയിൽ നിരവധി ആളുകളാണ് അശാസ്ത്രീയമായ ഹാർബർ നിർമ്മാണത്തിന്റെ ഭാഗമായി ജീവൻ വെടിയേണ്ടി വന്നത്. എന്നാൽ ഇന്ന് മുതലപ്പൊഴി മുമ്പ് കണ്ട പോലെ ഒരു പൊഴിയല്ല. കാരണം ഇന്നവിടെ ഒരു മണൽത്തിട്ട മാത്രമാണ് ബാക്കിയുള്ളത്. കായലിൽ നിന്നും കടലിലേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ തന്നെ ഈ മണൽ നീക്കം കൃത്യമായ രീതിയിൽ നടത്തണം എന്ന് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ടിരുന്നതാണ്. പക്ഷേ സർക്കാർ അത് മുഖവരയ്ക്ക് എടുത്തില്ല. ഡിസംബറിലാണ് മണൽ നീക്കാനുള്ള ടെൻഡർ തന്നെ നൽകിയത്. പിന്നീട് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണ് ഈ മണൽ നീക്കം ഇവിടെ ഡ്രഡ്ജർ ഉപയോഗിച്ച് ആരംഭിക്കുകയും ചെയ്തത്. പക്ഷേ ഇത്തരത്തിലൊരു ഡ്രഡ്ജിംഗ് ആരംഭിച്ചപ്പോൾ തന്നെ പൂർണ്ണമായും മുതലപ്പൊഴി അടഞ്ഞ ഒരു അവസ്ഥയിലേക്കാണ് എത്തിയത്. ഇപ്പോൾ ചെറുവള്ളങ്ങൾക്ക് പോലും മുതലപ്പൊഴിയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയാത്ത ഒരവസ്ഥയാണുള്ളത്. 2 പുലിമുട്ടുകൾക്കിടയിൽ ഇപ്പോൾ മണൽ കൂമ്പാരം മാത്രമാണ് ബാക്കിയുള്ളത്. ഇത് എങ്ങനെ നീക്കും എന്നുള്ള വലിയ ഒരു പ്രതിസന്ധിയും ചോദ്യവും മാത്രമാണ് ഇപ്പോൾ എല്ലാവരുടെയും മുൻപിലുള്ളത്. നിലവിൽ ഒരു ഡ്രഡ്ജർ ഉപയോഗിച്ചാണ് ഈ മുതലപ്പൊടി ഡ്രഡ്ജിംഗ് നടക്കുന്നത്. പക്ഷേ ആ ഒരു ഡ്രഡ്ജർ കൊണ്ട് ഡ്രഡ്ജിംഗ് നടത്തിയാൽ ഏതാണ്ട് മാസങ്ങൾ വേണ്ടിവരും നിലവിലുള്ള മണ്ണ് നീക്കാൻ. അതുമാത്രവുമല്ല, ഒരു സൈഡിൽ നിന്ന് മണ്ണ് നീക്കുമ്പോൾ അതിന്റെ ഇരട്ടി മണ്ണ് അടിഞ്ഞുകൂടുന്ന ഒരു അവസ്ഥ കൂടി ഇവിടെയുണ്ട്. അതുകൊണ്ട് കൂടുതൽ ഡ്രഡ്ജറുകൾ എത്തിച്ച് ഈ മണൽ നീക്കം എത്രയും പെട്ടെന്ന് നടത്തി പൂർണ്ണമായും മണൽ നീക്കി മത്സ്യബന്ധന വള്ളങ്ങൾക്ക് കടലിലേക്ക് പോകാൻ വേണ്ട ഒരു വഴിയൊരുക്കണമെന്നതാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. അതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള പ്രതിഷേധം നടന്നിരുന്നു. അങ്ങനെ ഇന്നലെ അടിയന്തര യോഗത്തിന് ശേഷം പൊഴി മുറിക്കാം എന്നുള്ള തീരുമാനമാണെത്തിയത്. കാരണം പൊഴി അടഞ്ഞതോടുകൂടി തന്നെ ഈ അഞ്ചിതം അടക്കമുള്ള 5ഓളം വാർഡുകളിൽ വെള്ളം കയറുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അത്തരത്തിൽ വെള്ളം കയറാതിരിക്കുവാൻ വേണ്ടി ഏറ്റവും അടിയന്തരമായി പൊഴി മുറിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് സർക്കാർ എത്തിയിരിക്കുന്നത്. പക്ഷേ അങ്ങനെ വെറുതെ അങ്ങ് പൊഴി മുറിച്ചു പോയാൽ പോരാ എന്നുള്ള ഉറച്ച നിലപാടിൽ മത്സ്യത്തൊഴിലാളികളും ഇപ്പോൾ എത്തിയിട്ടുണ്ട്. കാരണം വെറുതെ അങ്ങ് പൊഴി മുറിച്ചു പോയാൽ പിന്നീട് ഉദ്യോഗസ്ഥരാരും ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥ വരും. വെള്ളപ്പൊക്കത്തെ പ്രതിരോധിച്ചുകൊണ്ട് അവരങ്ങ് പോകും. പക്ഷേ 10,000 വരുന്ന മത്സ്യത്തൊഴിലാളികൾ പിന്നെ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം അവർക്ക് മുൻപിൽ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും പൊഴി മുറിക്കാൻ അനുവദിക്കില്ല എന്നുള്ള ഒരു നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. ഇന്ന് ഹാർബർ എഞ്ചിനീയർ അടക്കം ഇവിടെ എത്തി അവരോട് സംസാരിച്ചു. പക്ഷേ പൊഴി മുറിക്കാൻ തങ്ങൾ അനുവദിക്കില്ല എന്നുള്ള ഒരു ഉറച്ച നിലപാടിൽ തന്നെയാണ് അവർ. ഏതാണ്ട് വള്ളങ്ങൾക്ക് പോകാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് 5 അടിക്ക് മുകളിൽ ഉള്ള താഴ്ച വരുത്തിക്കൊണ്ട് ഡ്രഡ്ജിംഗ് നടത്താമെന്ന് പറഞ്ഞു. പക്ഷേ നടക്കില്ല. മന്ത്രി ഇവിടെ എത്തി കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഒരു എന്നേക്കുമായ ഒരു പരിഹാരം ഇതിന് ഉണ്ടാക്കണമെന്ന് തന്നെയാണ് ഇവരുടെ ഒരു ആവശ്യം. ഈ അശാസ്ത്രീയമായ മുതലപ്പൊഴിയിലെ ഹാർബർ നിർമ്മാണം കുറേ കാലങ്ങളായി ചർച്ച ചെയ്തതാണ്. നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം അത് ഏതാണ്ട് 77-ലധികം ആളുകളുടെ ജീവൻ പൊലിഞ്ഞ ഒരു സ്ഥലമായിരുന്നു. അവർ ഈ വെള്ളത്തിൽ വീണ് അവരുടെ ഒരിറ്റ് ശ്വാസത്തിന് വേണ്ടി കൈയും കാലുമിട്ട് അടിച്ച ഇടത്താണ് ഇന്നിപ്പോൾ മണൽ കൂമ്പാരമായി മണൽ കൂടി കിടക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് അത് മാറ്റണം, ഈ അശാസ്ത്രീയത മാറ്റണം. പുലിമുട്ടിന്റെ നീളം അത് കൂട്ടണം. കാരണം ഈ പുലിമുട്ടിന്റെ നീളം കുറഞ്ഞതും ഇത്തരത്തിലുള്ള പ്രശ്നത്തിന് കാരണമാകുന്നുണ്ട് എന്നും ഈ മത്സ്യത്തൊഴിലാളികൾ പറയുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണം, അത് ശാശ്വത പരിഹാരം തന്നെ കാണണമെന്നതാണ് ഇവരുടെ ആവശ്യം.